Hi all, +2 Zoology Principles of Inheritance and Variation എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ റിവിഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ആണ് ഗ്രിഗറി മെൻഡൽ. വൈ ഹീസ് കോൾഡ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്? എന്തുകൊണ്ടാണ് ഗ്രിഗറി മെൻഡലിനെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്? ബിക്കോസ് ഹി കണ്ടക്റ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഇൻ ഗാർഡൻ പീ പ്ലാന്റ് ഓർ പൈസം സറ്റൈവം. ഗാർഡൻ പീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പയറു ചെടിയാണ്. അതിന്റെ ബയോളജിക്കൽ നെയിമാണ് പൈസം സറ്റൈവം. സോ ഗ്രിഗറി മെൻഡൽ പൈസം സറ്റൈവം അല്ലെങ്കിൽ ഗാർഡൻ പീ പ്ലാന്റിൽ ഒരുപാട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തു. ഹി സെലക്ടഡ് 7 കോൺട്രാസ്റ്റിംഗ് പെയർസ് ഓഫ് പീ പ്ലാന്റ്. പീ പ്ലാന്റിന്റെ 7 കോൺട്രാസ്റ്റിംഗ് മീൻസ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്യാരക്ടർ ആണ് സീഡ് ഷേപ്പ്. സോ സീഡ് ഷേപ്പിൻ്റെ 2 ഡിഫറെൻറ്റ് ട്രേഡ്സ് ആണ്. റൗണ്ട് ഷേപ്പുള്ള സീഡും റിങ്കിൾഡ് ഷേപ്പുള്ള സീഡും. ലൈക്ക് ദാറ്റ്. സെക്കൻഡ് ക്യാരക്ടറാണ് സീഡ് കളർ. സീഡിൻ്റെ കളർ യെല്ലോ കളറുള്ള സീഡും ഗ്രീൻ കളറുള്ള സീഡും അദ്ദേഹം സെലക്ട് ചെയ്തു. നെക്സ്റ്റ് തേർഡ് ക്യാരക്ടർ ഫ്ലവർ കളർ. വയലറ്റ് കളർ ആൻഡ് വൈറ്റ് കളർ. വയലറ്റ് കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും വൈറ്റ് കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും അദ്ദേഹം സെലക്ട് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ പോഡ് ഷേപ്പ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഫുൾ ആൻഡ് കൺസ്ട്രിക്റ്റഡ്. ആൻഡ് നെക്സ്റ്റ് വൺ പോഡ് കളർ. ഏതൊക്കെ കളേഴ്സ് ആണ്? ഗ്രീൻ ആൻഡ് നെക്സ്റ്റ് വൺ യെല്ലോ കളർ. നെക്സ്റ്റ് ക്യാരക്ടറാണ് ഫ്ലവർ പൊസിഷൻ. ആക്സിയൽ ആൻഡ് ടെർമിനൽ. ആക്സിയൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ സൈഡിലായിട്ടാണ് ഫ്ലവേഴ്സ് കാണാം. ടെർമിനൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ അറ്റത്തായിട്ടാണ് കാണാം. പ്ലാന്റ് ഹൈറ്റ്, സ്റ്റെം ഹൈറ്റ്. ടോൾ പ്ലാന്റും സെലക്ട് ചെയ്തു. അതിൻ്റെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറാണ് ഡ്വാർഫ് പ്ലാന്റ്. So these are the 7 characters selected by Mendel. 7 contrasting characters selected by Mendel. ഈ 7 contrasting charactersഉം യൂസ് ചെയ്ത് hybridization experiments conduct ചെയ്തു. What is monohybrid cross? It is the cross between 2 parents differing in 1 character pair. മെൻഡൽ കണ്ടക്ട് ചെയ്ത ആദ്യത്തെ എക്സ്പെരിമെന്റ് മോണോഹൈബ്രിഡ് ക്രോസ് ആണ്. ഒരു ക്യാരക്ടർ പെയറിൽ വ്യത്യാസമുള്ള പീ പ്ലാന്റ്സിനെ യൂസ് ചെയ്താണ് മോണോഹൈബ്രിഡ് ക്രോസ് കണ്ടക്ട് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, പ്ലാന്റ് ഹൈറ്റ് ആണ് ക്യാരക്ടർ എങ്കിൽ അതിൻ്റെ 2 ട്രേറ്റ്സ് ആണ് ടോൾ ആൻഡ് ഡ്വാർഫ്. സോ ഒരു ടോൾ പ്ലാന്റിനെ ഡ്വാർഫ് പ്ലാന്റ് കൊണ്ട് ഹൈബ്രിഡൈസേഷൻ നടത്തി. ഇങ്ങനെയുള്ള ക്രോസിന്, അതായത് ഒരു ക്യാരക്ടർ പെയറിൽ വ്യത്യാസമുള്ള പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യുന്ന പ്രോസസ്സാണ് മോണോഹൈബ്രിഡ് ക്രോസ്. ടോൾ എന്ന ക്യാരക്ടറിന് കാരണം ക്യാപിറ്റൽ ടി എന്ന ജീനാണ്. സോ ഒരു ജീനിൽ 2 ടി കാണുന്നുണ്ട് അല്ലേ? ഇതിന് ആൽഫബറ്റ് എന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം അലീൽസ് എന്നാണ്. സോ എ ജീൻ ഹാസ് ഹൗ മെനി അലീൽസ്? എ ജീൻ ഹാസ് 2 അലീൽസ്. ഇനി ഇവിടെ ക്യാപിറ്റൽ ടി ആണ് യൂസ് ചെയ്തിട്ടുള്ള ലെറ്റർ അലീൽ അല്ലെ? എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ടി? ബിക്കോസ് ടോൾ ഈസ് ദ ഡോമിനന്റ് ക്യാരക്ടർ. ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കാൻ വേണ്ടി എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്മോൾ ടി എന്ന് പറഞ്ഞാൽ അത് ഡ്വാർഫ്നെസ് ആണ്. ഡ്വാർഫ്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് സ്മോൾ ടി. എന്തുകൊണ്ടാണ് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തത്? കാരണം ഡ്വാർഫ്നെസ് ഒരു റെസസീവ് ക്യാരക്ടറാണ്. അതുകൊണ്ട് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യും. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊരു ജീൻ കോമ്പിനേഷൻ വന്നാൽ അത് ഏത് ക്യാരക്ടറായിരിക്കും കാണിക്കുക? ദാറ്റ് ഈസ് ടോൾ. എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആണ്, സ്മോൾ ടി റെസസീവ് ആണ്. സോ ഡോമിനൻ്റ് ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട 2 ടേംസ് ഉണ്ട്, ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ്. ക്യാപിറ്റൽ ടി സെയിം അലീൽസ് ആണ് അല്ലേ? സോ ദേ ആർ കോൾഡ് ഹോമോസൈഗസ്. സ്മോൾ ടി സെയിം അലീൽസ് ആണ്. സോ ദേ ആർ കോൾഡ് ഹോമോസൈഗസ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഡിഫറെൻറ്റ് അലീൽസ് ആണ്. സോ ദേ ആർ കോൾഡ് ഹെട്രോസൈഗസ്. ഇനി ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡോമിനൻ്റ് അലീൽസ് ആണല്ലോ, ഹോമോസൈഗസും ആണ് അല്ലേ? സോ ഇതിനെ പറയുന്നത് ഹോമോസൈഗസ് ഡോമിനൻ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്മോൾ ടി എന്താണ്? ഹോമോസൈഗസ് ആണ് അല്ലേ? പക്ഷെ റെസസീവ് അലീൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ പറയുന്നത് ഹോമോസൈഗസ് റെസസീവ് എന്നാണ്. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്തായിരിക്കും? ഹെട്രോസൈഗസ് ആണ്. അറിയാം. ഡോമിനൻ്റ് ആയിരിക്കോ റെസസീവ് ആയിരിക്കോ? ഡോമിനൻ്റ് ആയിരിക്കും അല്ലേ? കാരണം ക്യാപിറ്റൽ ടി ആണ് ഡോമിനൻ്റ്, അതിൻ്റെ ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്തായിരിക്കും? ഹെട്രോസൈഗസ് ഡോമിനൻ്റ്. സോ ടോൾ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ക്യാപിറ്റൽ ടി. സോ ഈ പ്ലാന്റ്സ് ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഗാമീറ്റ്സിൽ കാണുന്നത് ഏത് അലീൽസ് ആയിരിക്കും? ഏത് ജീനായിരിക്കും? ക്യാപിറ്റൽ ടി ആയിരിക്കും അല്ലേ? സർക്കിൾ ചെയ്ത് കാണിക്കുന്നത് ഗാമീറ്റ്സ് ആണ്. ഓക്കെ, ഡ്വാർഫ് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റ്സിൽ ഏതൊക്കെ അലീൽസ് കാണാം? ഏതൊക്കെ ജീൻസ് കാണാം?
സ്മോൾ ടി മാത്രമായിരിക്കും. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ അത് ഏത് ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക? ടോൾ ആയിരിക്കും അല്ലേ. സോ ഫസ്റ്റ് ജനറേഷനിലെ എല്ലാ പ്ലാന്റ്സും എന്താണ്? ടോൾ ആണ്. നെക്സ്റ്റ് മെന്റൽ ചെയ്ത കാര്യം എന്തായിരുന്നു? സെൽഫിങ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ അല്ലേ. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സിൽ സെൽഫ് പോളിനേഷൻ നടത്തി അല്ലേ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി ജീൻ കോമ്പിനേഷനുള്ള പ്ലാന്റ്സ് ഏതൊക്കെ ഗാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും? ഡിഫറെൻ്റ് ആണ്, ഹെട്രോസൈഗസ് ആണ് അല്ലേ. സോ ക്യാപിറ്റൽ ടി ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, സ്മോൾ ടി ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സെയിം ഹിയർ ഓൾസോ ക്യാപിറ്റൽ ടി ഗാമറ്റ് ആൻഡ് സ്മോൾ ടി ഗാമറ്റ്. ഇനി ക്രോസ് ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ ടി വന്നാൽ ടോൾ ആണ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും ടോൾ ക്യാരക്ടറാണ് എക്സ്പ്രസ് ചെയ്യുക. സ്മോൾ ടി വന്നാൽ ഡ്വാർഫ് ക്യാരക്ടറാണ് എക്സ്പ്രസ് ചെയ്യുക. സോ ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്സ് കിട്ടി സെക്കൻഡ് ജനറേഷനിൽ അല്ലേ. സോ ഹി ഗോട്ട് tall and dwarf plants in second generation in which ratio? That is 3:1 ratio. How many tall plants are here? 3 tall plants. And how many dwarf? 1. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട രണ്ട് ടേംസ് ആണ് ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. വിസിബിൾ ക്യാരക്ടേഴ്സിനാണ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. ഒരു ചെടി ടോൾ ആണെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. സോ ടോൾ ഒരു വിസിബിൾ ക്യാരക്ടറാണ്. ഡ്വാർഫ് അല്ലെങ്കിൽ നീളം കുറഞ്ഞ ചെടിയാണെങ്കിലോ അതും നമുക്ക് വിസിബിൾ ആണ്, കാണാൻ സാധിക്കും. സോ ടോൾ, ഡ്വാർഫ് ഇതൊക്കെ ഫീനോടൈപ്പ് ആണ്. ഇനി ഈ ക്യാരക്ടേഴ്സിന് കാരണമായ ജീൻസ് ഉണ്ടല്ലോ, അതിനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ടോളിൻ്റെ ജീനോടൈപ്പാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഡ്വാർഫിൻ്റെ ജീനോടൈപ്പാണ് സ്മോൾ ടി. സോ അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. സോ ഫിനോടൈപ്പ് മീൻസ് ഫിസിക്കൽ എക്സ്പ്രഷൻ ഓഫ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിൻ്റെ എക്സ്പ്രസ്ഡ് ഫോമാണ് ഫിനോടൈപ്പ്. ജീനോടൈപ്പ് മീൻസ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന് കാരണമായ ജീൻസ് ആണ് ജീനോടൈപ്പ്. ആൻഡ് അലീൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് എ ജീൻ. ഒരു ജീനിൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ് അലീൽസ്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി എന്ന് പറയുന്നത് ഒരു ജീനിൻ്റെ 2 അലീൽസ് ആണ്. ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സിൻ്റെ റേഷ്യോ ആണ്. 3 ടോളും 1 ഡ്വാർഫ് പ്ലാന്റുമാണ് സെക്കൻഡ് ജനറേഷനിൽ ഫോം ചെയ്തത്. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറ്റിക് കോമ്പിനേഷൻ ജീനോടൈപ്പിൻ്റെ റേഷ്യോ ആണ്. സോ ഇവിടെ 3 തരത്തിലുള്ള ജീനോടൈപ്സ് കാണുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ടി. എത്ര ക്യാപിറ്റൽ ടി കാണുന്നുണ്ട്? ഒരെണ്ണം. സോ 1. സെക്കൻഡ് ജീനോടൈപ്പാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. എത്ര ക്യാപിറ്റൽ ടി സ്മോൾ ടി കാണുന്നുണ്ട്? 2 എണ്ണം. സോ ദാറ്റ് ഈസ് 2. ആൻഡ് തേർഡ് ജീനോടൈപ്പാണ് സ്മോൾ ടി. എത്ര ജീനോടൈപ്പ് കാണുന്നുണ്ട്? 1. സോ ദ റേഷ്യോ ഈസ് 1:2:1. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇതൊരു നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. അതായത് മെൻഡൽ പറഞ്ഞ റൂൾസ് ഫോളോ ചെയ്യാത്ത ഇൻഹെറിറ്റൻസ് പാറ്റേൺ. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ഹെട്രോസൈഗസ് ഓഫ് സ്പ്രിംഗ് ഷോസ് ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ബിറ്റ്വീൻ 2 പാരന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. F1 പ്ലാന്റ്സിന്റെ ക്യാരക്ടർ 2 പാരന്റ് പ്ലാന്റ്സിനെയും പോലെ അല്ല, പക്ഷെ 2 പാരന്റ് പ്ലാന്റ്സിന്റെയും മിഡിലുള്ള ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസിനെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. Let us take the example inheritance of flower color in dog flower or snapdragon or antirrhinum species. ഒരു എക്സാമ്പിൾ വെച്ച് ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ഇൻ ഡോഗ് ഫ്ലവർ. ഡോഗ് ഫ്ലവറിലുള്ള ഫ്ലവർ കളറിന്റെ ഇൻഹെറിറ്റൻസ് പ്രോസസ് ഒരു പാറ്റേൺ നോക്കാം. ഓക്കെ, ഇതാണ് പാരന്റ് ജനറേഷൻ, റെഡ് ഫ്ലവേർഡ് പ്ലാന്റ് ആൻഡ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്. റെഡ് ഫ്ലവറിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ, വൈറ്റ് സ്മോൾ ആർ. സോ ഗാമീറ്റ്സ് ഫോം ചെയ്തു, ക്യാപിറ്റൽ ആർ ഹിയർ, സ്മോൾ ആർ ഹിയർ. ആൻഡ് ഫസ്റ്റ് ജനറേഷനിൽ ഫോം ചെയ്തത് പിങ്ക് ഫ്ലവർ ആണ്. ഓക്കെ, സോ ജീനോടൈപ്പ് ഈസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, പക്ഷെ എക്സ്പ്രസ് ചെയ്ത ഫിനോടൈപ്പ് പിങ്ക് കളറാണ്. ദാറ്റ് വാസ് ദ കളർ ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ്. നെക്സ്റ്റ് ഈസ് സെൽഫിംഗ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ. സോ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സിന്റെ ഫ്ലവർ കളർ നോക്കാം. ക്യാപിറ്റൽ ആർ ആൻഡ് ദ ഫ്ലവർ കളർ ഈസ് റെഡ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആൻഡ് ഫ്ലവർ കളർ ഏതാണ്? പിങ്ക് ആണ്. ആർ സ്മോൾ ആർ, ഫ്ലവർ കളർ ഈസ് പിങ്ക്. ആൻഡ് ഹിയർ സ്മോൾ ആർ ഫ്ലവർ കളർ ഈസ് വൈറ്റ്. സോ ഹിയർ ദ ജീനോട്ടിപ്പിക് റേഷ്യോ 1 ക്യാപിറ്റൽ ആർ. എത്ര ക്യാപിറ്റൽ ആർ ആണുള്ളത്? ഒരെണ്ണം. എത്ര ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ട്? 2 എണ്ണം. സോ 2 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എത്ര സ്മോൾ ആർ ഉണ്ട്? ഒരെണ്ണം. സോ വാട്ട് ഈസ് ദ റേഷ്യോ? 1:2:1.
ഇനി ഫിനോടൈപ്പ് നോക്കിയാൽ ഫിനോടൈപ്പ് എന്ന് പറയുമ്പം പുറമേ കാണുന്ന ക്യാരക്ടർ 1 റെഡ് ഫ്ലവർ, 2 പിങ്ക് ഫ്ലവർ, 1 വൈറ്റ് ഫ്ലവർ. സോ റേഷ്യോ ഈസ് 1:2:1. സോ ജീനോടൈപ്പിക് റേഷ്യോയും ഫിനോടൈപ്പിക് റേഷ്യോയും സിമിലർ ആണ്, സെയിം ആണ്. ജീനോടൈപ്പിക് ആൻഡ് ഫിനോടൈപ്പിക് റേഷ്യോ സെയിം ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്രോസിൽ F1 ജനറേഷൻ ഡോമിനൻറ്റ് ക്യാരക്ടർ കാണിക്കും, അല്ലെങ്കിൽ F1 ജനറേഷൻ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കും. പക്ഷേ കോഡോമിനൻസിൽ F1 ജനറേഷൻ 2 പാരൻസിൻ്റെയും ക്യാരക്ടർ കാണിക്കും. ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് F1 റിസംബിൾസ് ബോത്ത് ദ പാരൻസ്. F1 2 പാരൻസിൻ്റെ ക്യാരക്ടറും കാണിക്കും, അതാണ് കോഡോമിനൻസ്. ഹ്യൂമൻ ബീങ്സിൻ്റെ ABO ബ്ലഡ് ഗ്രൂപ്പാണ് കോഡോമിനൻസിന് ഒരു എക്സാമ്പിൾ. ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ ജീൻ I ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത്. ജീൻ I ഹാസ് 3 അലീൽസ്. ജീൻ Iക്ക് 3 അലീൽസ് ഉണ്ട്. ദേ ആർ IA, IB, സ്മോൾ I. ജീൻ Iൻ്റെ 3 അലീൽസ് ആണ് IA, IB, സ്മോൾ I. സോ ഒബ്സർവ് ദിസ് ടേബിൾ. ഒരു പാരൻറ്റിൽ നിന്നും IA റിസീവ് ചെയ്താൽ സെക്കൻഡ് പാരൻറ്റിൽ നിന്നും IA റിസീവ് ചെയ്താൽ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് IA ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി A. നെക്സ്റ്റ് IA, IB വന്നാൽ ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി AB. IA സ്മോൾ I വന്നാൽ IA എക്സ്പ്രസ് ചെയ്യും, ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി A. IA, IB വന്നാൽ AB ബ്ലഡ് ഗ്രൂപ്പ്, IB വന്നാൽ B ബ്ലഡ് ഗ്രൂപ്പ്, IB സ്മോൾ I വന്നാൽ B ബ്ലഡ് ഗ്രൂപ്പ്, സ്മോൾ I വന്നാൽ O ബ്ലഡ് ഗ്രൂപ്പ്. സോ A ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഡിഫറെൻറ്റ് ജീനോടൈപ്സ് ഏതൊക്കെയാണ്? IA ആൻഡ് IA സ്മോൾ I. B ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഡിഫറെൻറ്റ് ജീനോടൈപ്സ് IB IB സ്മോൾ I. AB ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജീനോടൈപ്പാണ് IA IB. രണ്ടും എക്സ്പ്രസ് ചെയ്യും, സോ ബ്ലഡ് ഗ്രൂപ്പ് AB ആയിരിക്കും. O ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജീനോടൈപ്പാണ് സ്മോൾ I. When IA and IB are present together, they both expresses. This is due to codominance. IAയും IBയും ഒന്നിച്ച് വന്നാൽ നെക്സ്റ്റ് ഉണ്ടാവുന്ന ജനറേഷനിൽ IAയും എക്സ്പ്രസ് ചെയ്യും, IBയും എക്സ്പ്രസ് ചെയ്യും, സോ ബ്ലഡ് ഗ്രൂപ്പ് AB ആയി മാറും. ഇതാണ് കോഡോമിനൻസ്. ഓക്കെ, 2 പാരൻസിൻ്റെ ക്യാരക്ടറും എക്സ്പ്രസ് ചെയ്യും. 10. The blood group of a child is O. His father is with A blood group and mother with B blood group. Write down the genotype of the child and the genotypes of parents. Which are the other possible blood groups of their children? ചൈൽഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O ആണ്, ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്, മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B ആണ്. റൈറ്റ് ഡൗൺ ദ ജീനോടൈപ്പ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദ പാരൻറ്റ്. ചൈൽഡിൻ്റെ ജീനോടൈപ്പും കണ്ടുപിടിക്കണം, പാരൻസിൻ്റെ ജീനോടൈപ്പും കണ്ടുപിടിക്കണം. അപ്പോൾ ചൈൽഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ആണ്. സോ O വരാൻ ഒരു ചാൻസേ ഉള്ളൂ, സ്മോൾ I. ഒരു സ്മോൾ I ആരിൽ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഫ്രം ഫാദർ ആൻഡ് 1 സ്മോൾ I ഫ്രം മദർ. അപ്പോൾ ഫാദറിൻ്റെ ജീനോടൈപ്പിൽ ഒരു സ്മോൾ I ഉണ്ടെന്ന് മനസ്സിലായി, മദറിൻ്റെ ജീനോടൈപ്പിലും ഒരു സ്മോൾ I ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? A ആണ്. സോ ഏതായിരിക്കും ജീനോടൈപ്പ്? IA സ്മോൾ I ആയിരിക്കും. മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? B ആണ്. സോ ജീനോടൈപ്പ് വിൽ ബി IB സ്മോൾ I. സോ ലെറ്റ് us see ക്രോസ് ചെയ്താൽ, സോ ഫാദേഴ്സ് ജീനോടൈപ്പ് ഈസ് IA സ്മോൾ I, മദേഴ്സ് ജീനോടൈപ്പ് ഈസ് IB സ്മോൾ I. So father produces 2 different types of gametes like IA gamete and small I gamete. Mother produces IB gamete and small I gamete. Fertilization കഴിഞ്ഞു ഫോം ചെയ്യുന്ന നെക്സ്റ്റ് ജനറേഷനിൽ നോക്കാം. ആൻഡ് ഹിയർ IA IB AB ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ. ആൻഡ് ഹിയർ IA A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ആൻഡ് ഹിയർ IB B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ആൻഡ് ഹിയർ സ്മോൾ I O ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. സോ 4 ബ്ലഡ് ഗ്രൂപ്പിലും വരുന്ന ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ ഏത് കണ്ടീഷനിലാണ് ഇങ്ങനെ വരിക? ഫാദർ ആൻഡ് മദർ A ഓർ B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം, ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയിരിക്കണം. അതായത് IA IB കണ്ടീഷൻ വന്നാൽ 4 ബ്ലഡ് ഗ്രൂപ്പിലുള്ള മക്കൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. Chromosomal theory of inheritance. So according to this theory, the genes are located on chromosome. ജീൻസ് ലൊക്കേറ്റ് ചെയ്യുന്ന ക്രോമോസോംസിലാണ്. So Walter Sutton and Theodore Boveri proposed the chromosomal theory of inheritance. Next, proof for chromosomal theory of inheritance. Chromosomal theoryക്കുള്ള പ്രൂഫ് എന്താണ്, ആരാണ് പ്രൊവൈഡ് ചെയ്തത്? So it was provided by or proved by T.H. Morgan
and his experimental material was fruit fly, that is Drosophila melanogaster. ക്രൊമോസോമൽ തിയറി പ്രൂവ് ചെയ്തത് TH മോർഗൻ ആണ്. അദ്ദേഹം സെലക്ട് ചെയ്ത എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ഫ്രൂട്ട് ഫ്ലൈ ആണ്. ഇറ്റ്സ് സയൻറ്റിഫിക് നെയിം ഈസ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. റീസൺസ് ഫോർ സെലക്ടിംഗ് ഡ്രോസോഫില. Why Morgan selected Drosophila as his experimental material? There are many reasons. First one, they can be grown on simple synthetic medium in the lab. സിമ്പിൾ ആയ മീഡിയത്തിൽ വളരാൻ സാധിക്കുന്ന ഒരു ഓർഗാനിസമാണ് ഡ്രോസോഫില. ആൻഡ് ഷോർട്ട് ലൈഫ് സൈക്കിൾ. ഡ്രോസോഫിലൻ്റെ ലൈഫ് സൈക്കിൾ ഷോർട്ടാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ജനറേഷൻ ഫോം ചെയ്യുന്നുണ്ട്. എ സിംഗിൾ മേറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് ലാർജ് നമ്പർ ഓഫ് ഫ്ലൈസ്. ഒരു സിംഗിൾ മേറ്റിംഗ്, ദറ്റ് ഈസ് റീപ്രൊഡക്ഷൻ, ഒരുപാട് ഫ്ലൈസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ ഈസിയാണ്. ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലൈസ് ആർ ഈസിലി ഡിസ്റ്റിങ്ക്വിഷബിൾ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ഔട്ട്, ഇറ്റ് ഈസ് ഈസി ടു ഡിസ്റ്റിങ്ക്വിഷ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലൈസ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലൈസിന് ഈസിയായി തിരിച്ചറിയാൻ സാധിക്കും. ഇറ്റ് ഹാസ് മെനി ടൈപ്സ് ഓഫ് ഹെറിഡിറ്ററി വാരിയേഷൻസ് ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് ലോ പവർ മൈക്രോസ്കോപ്പ്. ലോ പവർ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് കാണാൻ സാധിക്കുന്ന ഒരുപാട് ഹെറിഡിറ്ററി വാരിയേഷൻസ് ഉള്ള ഓർഗാനിസമാണ് ഡ്രോസോഫില. ബിക്കോസ് ഓഫ് ഓൾ ദീസ് റീസൺസ് ഹി സെലക്റ്റഡ് ഡ്രോസോഫില ആസ് ഹിസ് എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ. ഹ്യൂമൻ ബീങ്സിന് 46 ക്രോമോസോംസ് ആണുള്ളത്, ദറ്റ് ഈസ് 23 പെയർ. അതിൽ 22 പെയർ ഓഫ് ഓട്ടോസോംസ് ആൻഡ് 1 പെയർ ഓഫ് സെക്സ് ക്രോമോസോംസ്. 22 പെയർസ് ഓട്ടോസോംസ് ആണ്, അതായത് ബോഡി ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ക്രോമോസോംസ് ആണ്. ഒരു പെയർ സെക്സ് ക്രോമോസോംസ് ആണ്, ദാറ്റ് ഈസ് കൺട്രോളിങ് സെക്സ് ഓഫ് ദ ഓർഗാനിസം. ആൻഡ് ദർ ആർ 2 ടൈപ്സ് ഓഫ് സെക്സ് ക്രോമോസോംസ്. ഏതൊക്കെയാണ്? ദേ ആർ എക്സ് ആൻഡ് വൈ, എക്സ് ക്രോമോസോം ആൻഡ് വൈ ക്രോമോസോം. മെയിൽ ഹാസ് XY സെക്സ് ക്രോമോസോംസ്. ഓക്കെ, മെയിൽ ക്രോമോസോംസ് എന്ന് പറയുന്നത് XY കോമ്പിനേഷൻ ആണ്. സോ ക്രോമോസോം കോമ്പിനേഷൻ ഓഫ് മെയിൽ ഈസ് 44 ഓട്ടോസോംസ് പ്ലസ് XY. അണ്ടർസ്റ്റുഡ്? 44 ഓട്ടോസോംസും അതിൻ്റെ കൂടെ XY സെക്സ് ക്രോമോസോംസും ആണ് മെയിലിൻ്റെ ക്രോമോസോം കോമ്പിനേഷൻ. ഫീമെയിൽ ഹാസ് XX ക്രോമോസോംസ്. ഫീമെയിലിൻ്റെ സെക്സ് ക്രോമോസോംസ് XX ആണ്. സോ ഫീമെയിൽ ക്രോമോസോം കോമ്പിനേഷൻ ഈസ് 44 പ്ലസ് XX. ഫീമെയിലിൻ്റെ ക്രോമോസോം കോമ്പിനേഷൻ എന്ന് പറയുന്നത് 44 ഓട്ടോസോംസ് പ്ലസ് XX സെക്സ് ക്രോമോസോംസ്. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം XX XY ടൈപ്പ് ആണ്. ഇൻ മെയിൽസ് സെക്സ് ക്രോമോസോം ഇസ് XY ആൻഡ് ഇൻ ഫീമെയിൽ XX. മെയിൽ ക്രോമോസോംസ് XY ആണ്, ഫീമെയിൽ XX. മെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് സ്പേംസ്, സ്പേംസ് വിത്ത് X ക്രോമോസോം ആൻഡ് സ്പേംസ് വിത്ത് Y ക്രോമോസോം. സോ മെയിൽ 2 ടൈപ്പ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും, X ക്രോമോസോമുള്ള സ്പേമും Y ക്രോമോസോമുള്ള സ്പേമും. ഓക്കെ, ഫീമെയിൽ പ്രൊഡ്യൂസ് ഓവം വിത്ത് X ക്രോമോസോം ഓൺലി. ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് X ക്രോമോസോമുള്ള ഓവം മാത്രമാണ്. മെയിലിൻ്റെ ക്രോമോസോം കോമ്പിനേഷൻ 44 പ്ലസ് XY ആണ്, ദറ്റ് ഈസ് 46 നമ്പർ ഓഫ് ക്രോമോസോംസ്. ഫീമെയിൽ 44 പ്ലസ് XX, ദറ്റ് ഈസ് 46 നമ്പർ ഓഫ് ക്രോമോസോംസ്. മെയിൽ 2 ടൈപ്പ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും, ദറ്റ് ഈസ് X ക്യാരിങ് സ്പേം ആൻഡ് Y ക്യാരിങ് സ്പേം. ഫസ്റ്റ് വൺ 22 പ്ലസ് X. മിയോസിസ് നടന്ന ക്രോമോസോം നമ്പർ ഹാഫായി മാറും അല്ലേ, 22 പ്ലസ് X. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഈസ് 22 പ്ലസ് Y. പക്ഷേ ഫീമെയിലിൽ ഊജനസിസ് കഴിഞ്ഞുണ്ടാവുന്ന ഓവം X ക്രോമോസോം ഓവം ആയിരിക്കും, that is 22 plus X. If the ovum is fertilized by X carrying sperm, female child is formed. ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്തത് X carrying sperm ആണെങ്കിൽ നെക്സ്റ്റ് ഉണ്ടാവുന്നത് ഫീമെയിൽ ആയിരിക്കും അല്ലേ. 44 പ്ലസ് XX കോമ്പിനേഷൻ വരും, സോ ദാറ്റ് ഈസ് ഫീമെയിൽ. ഇഫ് ദ ovum is fertilized by Y carrying sperm, what will happen? ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്തത് Y ക്രോമോസോമുള്ള സ്പേം ആണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ എന്തായിരിക്കും? മെയിൽ ഓർ ഫീമെയിൽ? ഇറ്റ് വിൽ ബി മെയിൽ, റൈറ്റ്. 44 പ്ലസ് XY വരും, സോ അത് മെയിൽ ആയിരിക്കും, ബോയ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? സോ ഇറ്റ് ഈസ് ദ ജനറ്റിക് കോമ്പിനേഷൻ ഓഫ് മെയിൽ ദാറ്റ് ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദ ബേബി. നെക്സ്റ്റ് ജനറേഷൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിലിൻ്റെ ക്രോമോസോം കോമ്പിനേഷനാണ്. സോ മെയിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റർമൈനിങ് ദ സെക്സ് ഓഫ് ദ ബേബി. സോ ഹു ഈസ് റെസ്പോൺസിബിൾ? മെയിലാണ് റെസ്പോൺസിബിൾ. There is an equal probability of fertilization of the ovum with the sperm carrying either X or Y chromosome. Equal probability ആണ് X ക്രോമോസോമുള്ള സ്പേമോ Y ക്രോമോസോമുള്ള സ്പേമോ ഓവമായി ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സ്പേമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് വെദർ നെക്സ്റ്റ് ജനറേഷൻ മെയിൽ ഓർ ഫീമെയിൽ.
നെക്സ്റ്റ് ജനറേഷൻ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദറിൻ്റെ ഗ്യാമേറ്റാണ്, ദറ്റ് ഈസ് സ്പേം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പെഡിഗ്രി അനാലിസിസ്. ഇറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് ട്രേറ്റ്സ് ഇൻ സെവറൽ ജനറേഷൻസ് ഓഫ് എ ഫാമിലി. ഒരു പ്രത്യേക ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് വിവിധ ജനറേഷനിലെ കൂടെ ഇൻഹെറിറ്റ് ചെയ്തത്, അതാണ് പെഡിഗ്രി അനാലിസിസിലെ കൂടെ കണ്ടെത്തുന്നത്. ദാറ്റ് ഈസ് ഒരു ഫാമിലിയിൽ ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെ ആ ഇൻഹെറിറ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഒരു പെഡിഗ്രി അനാലിസിസ് വഴി അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പെഡിഗ്രി അനാലിസിസ്? It helps to trace the inheritance of a special trait, abnormalities or diseases. ഒരു ഫാമിലിയിൽ ഏതെങ്കിലും ഒരു ട്രേറ്റ്, സ്പെഷ്യൽ സ്വഭാവം അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസ് ഉണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പെഡിഗ്രി അനാലിസിസ് വഴി കണ്ടെത്താൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പെഡിഗ്രി അനാലിസിസ്. പെഡിഗ്രി അനാലിസിസിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഈ സ്ക്വയർ ബോക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മെയിലാണ്. മെയിൽ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ക്വയർ ബോക്സ് ആണ്. ആൻഡ് സർക്കിൾ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫീമെയിൽ. സെക്സ് അൺസ്പെസിഫൈഡ് ആണെങ്കിൽ ഇതുപോലെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. മെയിൽ ആണെന്നോ ഫീമെയിൽ ആണെന്നോ പറയുന്നില്ല. മെയിൽ ആകാം, ഫീമെയിൽ ആകാം. സെക്സ് പറയുന്നില്ല, ജെൻഡർ പറയുന്നില്ല. സോ വി ക്യാൻ യൂസ് ദിസ് സിമ്പിൾ. ആൻഡ് നെക്സ്റ്റ് വൺ, എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഈ ബോക്സിനകത്ത് ഷെയ്ഡ് ചെയ്യും. ഓക്കെ, സോ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഷെയ്ഡ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് യു ക്യാൻ സീ എ ലൈൻ ഇൻ ബിറ്റ്വീൻ. മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഇടയിൽ ലൈന് കാണാം. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് മെയ്റ്റിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. മെയ്റ്റിംഗ് മീൻസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. നെക്സ്റ്റ് വൺ, മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. കോൺസാൻജീനിയസ് മെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് തമ്മിലുള്ള മെയ്റ്റിംഗ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ലൈന് യൂസ് ചെയ്താണ് റെപ്രസെൻ്റ് ചെയ്യുക. ഈ ഒരു ഡയഗ്രാം സൂചിപ്പിക്കുന്നത് യു ക്യാൻ സീ ദെയർ മെയിൽ, ഫീമെയിൽ ആൻഡ് മെയ്റ്റിംഗ് നടന്നു. ആൻഡ് ദേ ഹാവ് ചിൽഡ്രൻ. ആരൊക്കെയാണ്? 1 ഗേൾ ചൈൽഡ് ആൻഡ് 1 ബോയ് ചൈൽഡ്. ഓക്കെ, സോ പാരൻസ് എബവ് ആൻഡ് ചിൽഡ്രൻ ബിലോ ഇൻ ഓർഡർ ഓഫ് ബർത്ത് ലെഫ്റ്റ് ടു റൈറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ, പാരൻസ് വിത്ത് മെയിൽ ചൈൽഡ് എഫക്റ്റഡ് വിത്ത് ഡിസീസ്. സോ ഷെയ്ഡ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ, കളർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എഫക്റ്റഡ് ആണ്. സോ ഇവിടെ എഫക്റ്റഡ് ആയത് മെയിൽ ചൈൽഡാണ്. സോ പാരൻസ് നോർമലാണ്. പാരൻസ് വിത്ത് മെയിൽ ചൈൽഡ് എഫക്റ്റഡ് വിത്ത് ഡിസീസ്. മെയിൽ ചൈൽഡ് എഫക്റ്റഡ് വിത്ത് ഡിസീസ് ആണ്. മെയിൽ ചൈൽഡിന് ഡിസീസ് ഉണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, 5 അൺഎഫക്റ്റഡ് ഓഫ് സ്പ്രിങ്. സോ ഈ ഒരു ബോക്സ് സൂചിപ്പിക്കുന്നത് സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറയുന്നില്ല, ഷെയ്ഡ് ചെയ്തിട്ടില്ല. സോ അൺഎഫക്റ്റഡ് ആണ്. 5 മീൻസ് 5 ആൾക്കാരെന്നാണ്. സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. മെയിൽ ആകാം, ഫീമെയിൽ ആകാം. ജീൻസ് ഓർ ക്രോമസോംസിൽ ചേഞ്ചസ് വന്നാൽ വരുന്ന ഡിസീസസ് ആണ് ജനറ്റിക് ഡിസീസസ് ഓർ ജനറ്റിക് ഡിസോർഡേഴ്സ്. ജനറ്റിക് ഡിസോർഡേഴ്സിനെ 2 ടൈപ്പായി ക്ലാസിഫൈ ചെയ്യാം: മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ജീൻസിൽ നടക്കുന്ന ചേഞ്ചസ് കാരണം വരുന്ന ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ് ആണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ഹീമോഫീലിയ ഈസ് ഓൾസോ കോൾഡ് റോയൽ ഡിസീസ് ഓർ ബ്ലീഡേഴ്സ് ഡിസീസ്. ഹീമോഫീലിയന് റോയൽ ഡിസീസ് എന്നും ബ്ലീഡേഴ്സ് ഡിസീസ് എന്നും പറയും. ഓക്കെ, റീസൺ ഫോർ ഹീമോഫീലിയ, എ പ്രോട്ടീൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് എഫക്റ്റഡ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനിൽ ഡിസോർഡർ വരുമ്പോഴാണ് ഹീമോഫീലിയ വരാം. ഓക്കെ, ഈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ജീനാണ്. സോ ജീൻസിലുള്ള ഡിഫക്റ്റ് കാരണം ഈ പ്രോട്ടീന് പ്രോബ്ലം വന്നു. സോ ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല. അതാണ് റീസൺ. ആൻഡ് സിംറ്റം, എ സിമ്പിൾ കട്ട് റിസൾട്ട്സ് ഇൻ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ്. ചെറിയൊരു മുറിവുണ്ടായാൽ പോലും കണ്ടിന്യൂസ് ആയി ബ്ലഡ് വരും. ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്തത് കൊണ്ട് കണ്ടിന്യൂസ് ആയി ബ്ലീഡിങ് നടക്കും. സോ ദാറ്റ് ഈസ് ദ സിംറ്റം ഓഫ് ഹീമോഫീലിയ. മറ്റുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. ഹീമോഫീലിയ എന്ന് പറയുന്നത് സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസാണ്. ദ ഡിസീസ് ഈസ് കൺട്രോൾഡ് ബൈ 2 അലീൽസ്, ക്യാപിറ്റൽ H ആൻഡ് സ്മോൾ h. ഈ ഡിസീസ് കൺട്രോൾ ചെയ്യുന്ന 2 അലീൽസാണ് ക്യാപിറ്റൽ H ആൻഡ് സ്മോൾ h. അതിൽ ക്യാപിറ്റൽ H മീൻസ് നോർമൽ അലീലും സ്മോൾ h ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹീമോഫീലിയ. ഹീമോഫീലിയക്ക് കാരണം റെസസീവ് അലീലായ സ്മോൾ h ആണ്. ഓക്കെ, ആൻഡ് ഹെട്രോസൈഗസ് ഫീമെയിൽ കാരിയർ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺ. ഒരു ഫീമെയിൽ ഹെട്രോസൈഗസ് ആയാൽ, ദാറ്റ് മീൻസ് കാരിയർ ആയാൽ, ആ ഫീമെയിൽ നെക്സ്റ്റ് സണ്ണിലേക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യും.
ദാറ്റ് മീൻസ് ഫീമെയിൽ ക്യാപിറ്റൽ എച്ച് ജീനും സ്മോൾ എച്ച് ജീനും ക്യാരി ചെയ്യുന്നുണ്ട്, എഫക്റ്റഡ് അല്ല, പക്ഷെ കാരിയറാണ്. അങ്ങനെയുള്ള ഫീമെയിൽസാണ് നെക്സ്റ്റ് സണ്ണിലേക്ക് ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇൻ ഫീമെയിൽസ് ഹീമോഫീലിയ ഈസ് വെരി റെയർ ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ മദർ ഈസ് അറ്റ്ലീസ്റ്റ് കാരിയർ ആൻഡ് ഫാദർ ഹീമോഫിലിക്. ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആവുന്നത് റെയറാണ്. ഇനി ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആവണമെങ്കിൽ മദർ എന്തായിരിക്കണം? കാരിയർ ആയിരിക്കണം, ഫാദർ ഹീമോഫിലിക് ആയിരിക്കണം. മദർ സ്മോൾ എച്ച് ജീന് ക്യാരി ചെയ്യുന്നുണ്ടാവണം, ഫാദർ എഫക്റ്റഡ് ആയിരിക്കണം, ഹീമോഫിലിക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആവുള്ളൂ. ക്യൂൻ വിക്ടോറിയ വാസ് എ കാരിയർ. ക്യൂൻ വിക്ടോറിയ വാസ് എ കാരിയർ ഓഫ് ഹീമോഫീലിയ. അതുകൊണ്ടാണ് ഈ ഡിസീസിന് റോയൽ ഡിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെൻഡേലിയൻ ഡിസോർഡർ ഈസ് സിക്കിൾ സെൽ അനീമിയ. റീസൺ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ at the 6th position of beta globin chain of hemoglobin. This is due to the single base substitution at the 6th codon of beta globin from GAG to GUG. ഈ ഒരു ഫിഗർ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഫിഗർ ഒബ്സർവ് ചെയ്യുക. ഇതാണ് നോർമൽ ഹീമോഗ്ലോബിൻ ചെയിൻ. ഓക്കെ, നോർമൽ ഹീമോഗ്ലോബിൻ ചെയിൻ്റെ 6th പൊസിഷനിൽ ഏത് അമിനോ ആസിഡ് ആയിരിക്കും? ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരിക്കും. ഇനി സെക്കൻഡ് ഫിഗർ ആണ് എഫക്റ്റഡ് ഹീമോഗ്ലോബിൻ ചെയിൻ. ഓക്കെ, എഫക്റ്റഡ് ഹീമോഗ്ലോബിൻ ചെയിൻ്റെ 6th പൊസിഷൻ നോക്കിയാൽ വാലിൻ കാണാം. സോ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം 6th പൊസിഷനിൽ വാലിൻ വരുന്നതാണ് സിക്കിൾ സെൽ അനീമിയക്ക് കാരണം. ഇനി അതിൻ്റെ ബേസിക് റീസൺ എന്താണ്? ഒബ്സർവ് mRNA ഒബ്സർവ് ചെയ്യുക. ഫസ്റ്റ് ഫിഗറിൽ GAG ആണ് വേണ്ടത്, പക്ഷേ എഫക്റ്റഡ് ആയിട്ടുള്ള ഫിഗർ നോക്കുക, അതിൽ GUG ആണ് കാണുന്നത്. സോ GAGക്ക് പകരം GUG വന്നു. അത് കാരണം 6th പൊസിഷനിൽ ഹീമോഗ്ലോബിൻ ചെയിനിൻ്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വന്നു. ഇതാണ് സിക്കിൾ സെൽ അനീമിയക്ക് കാരണം. സോ റീസൺ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വന്നു. ഓക്കെ, അതെന്തുകൊണ്ടാണ്? 6th കോഡോണിൽ GAGക്ക് പകരം GUG വന്നതുകൊണ്ടാണ് ഇതുപോലൊരു ചേഞ്ച് വന്നത്. സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ സിക്കിൾ സെൽ അനീമിയ. ഇനി സിംറ്റംസ്. ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് ദ RBC ടു സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ. RBCs ആർ ഡിസ്ട്രോയിഡ് ലീഡിങ് ടു അനീമിയ. RBCൻ്റെ ഷേപ്പ് ഡിസ്ക് ഷേപ്പ് എന്ന് സിക്കിൾ ഷേപ്പായി മാറും. സിക്കിൾ ഷേപ്പ് എന്ന് പറയുന്ന അരിവാൾ പോലുള്ള ഷേപ്പായി മാറും. അത് കാരണം RBCs ഡിസ്ട്രോയ് ആകും. RBCs കുറയുന്നത് കൊണ്ട് അനീമിയ വരും. സോ ദാറ്റ് ഈസ് ദ സിംറ്റം ഓഫ് സിക്കിൾ സെൽ അനീമിയ. മറ്റുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Autosome linked recessive disease transmitted from parents to offspring when both the partners are carrier heterozygous for the gene. സോ ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? രണ്ട് പാരൻസും കാരിയർ ആണെങ്കിൽ, രണ്ട് പാരൻസും എഫക്റ്റഡ് ജീന് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിലാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇത് പാസ്സാവുക. ഓക്കെ, ദ ഡിസീസ് ഇസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽ HBA ആൻഡ് HBS. ഈ ഡിസീസ് കൺട്രോൾ ചെയ്യുന്ന അലീൽസാണ് HBA ആൻഡ് HBS. സോ അതിൽ HBA വന്നാൽ ഹോമോസൈഗസ് ആണ്, ഡോമിനൻ്റ് ആണ്. അങ്ങനെ വന്നാൽ നോർമൽ ഇൻഡിവിജ്വൽ ആയിരിക്കും. HBS വന്നാൽ ഹെട്രോസൈഗസ് വന്നാൽ കാരിയർ ആയിരിക്കും. HBS വന്നാൽ ഹോമോസൈഗസ്, റെസസീവ് വന്നാൽ HBS വന്നാൽ എഫക്റ്റഡ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ജീനോടൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ജനറ്റിക് ഡിസോർഡർ ഈസ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ക്രോമസോംസിൻ്റെ നമ്പറിൽ വരുന്ന ഇൻക്രീസ് ഓർ ഡിക്രീസ് അത് കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ ഡൗൺ സിൻഡ്രോം, അതർവൈസ് കോൾഡ് ട്രൈസോമി ഓഫ് 21. ആൻഡ് കാരിയോടൈപ്പ് അല്ലെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റീസൺ. എന്താണ് റീസൺ? പ്രസൻസ് ഓഫ് എൻ അഡീഷണൽ കോപ്പി ഓഫ് ക്രോമോസോം നമ്പർ 21. 21ാമത്തെ ക്രോമോസോമിൽ ഒരു ക്രോമോസോം എക്സ്ട്രാ വന്നാലാണ് ഡൗൺ സിൻഡ്രോം വരാം. 21st ക്രോമോസോമിൽ പെയറിന് പകരം, രണ്ടെണ്ണത്തിന് പകരം 3 ക്രോമോസോം വന്നു, ട്രൈസോമി ഓഫ് 21. സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ഡൗൺ സിൻഡ്രോം. ദാറ്റ് മീൻസ് ഒരു ഓട്ടോസോംസ് എക്സ്ട്രാ വന്നു. സോ നോർമൽ കേസിൽ ഓട്ടോസോംസ് 44 ആണ്, പക്ഷേ ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ 45 ഓട്ടോസോംസ് വരും. സോ ഫീമെയിൽ ക്രോമോസോം കോമ്പിനേഷൻ എന്ന് പറയുന്ന 45A+XX ആയിരിക്കും. മെയിൽ ആണെങ്കിൽ 45A+XY വരും. സോ 45XX കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 47 ക്രോമോസോംസ് വരും. സിംറ്റംസ് ഓഫ് പേഴ്സൺ ഹാവിങ് ഡൗൺ സിൻഡ്രോം: ഷോർട്ട് സ്റ്റാച്ചേർഡ് വിത്ത് സ്മോൾ റൗണ്ട് ഹെഡ്, ചെറിയ റൗണ്ട് ഹെഡ് ആയിരിക്കും, ഷോർട്ട് സ്റ്റാച്ചേർഡ് ആയിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും, ബ്രോഡ് ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും, ഫറൗഡ് ബിഗ് ടങ് ഫറൗഡ് ആയിരിക്കും,
ഓക്കെ, കുറച്ചുകൂടി ഫറോസ് ഉള്ള പോലെ ആയിരിക്കും. പാർഷ്യലി ഓപ്പൺ മൗത്ത് കുറച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും. ബ്രോഡ് പാം നല്ല ബ്രോഡായിരിക്കും. റിട്ടാർഡഡ് ഫിസിക്കൽ, സൈക്കോമോട്ടോർ ആൻഡ് മെൻറ്റൽ ഡെവലപ്മെൻറ്റ്. ദാറ്റ് മീൻസ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, സൈക്കോമോട്ടോർ ഡെവലപ്മെൻറ്റ്, മെൻറ്റൽ ഡെവലപ്മെൻ്റ് ഒക്കെ റിട്ടാർഡ് ആയിരിക്കും. ഡെവലപ്ഡ് ആയിരിക്കില്ല, അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. കോൺജെനിറ്റൽ ഹാർട്ട് ഡിസീസും ഉണ്ടാവാം. ഓക്കെ, സോ ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് പേഴ്സൺ ഹാവിങ് ഡൗൺസ് സിൻഡ്രോം. ഈ ഒരു ഇല്ലസ്ട്രേഷൻ ഒബ്സർവ് ചെയ്താൽ ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റും. 21st ക്രോമസോമിൽ 3 കാണുന്നുണ്ട് അല്ലേ? പിന്നെ സിംറ്റംസ് ഈ ഫിഗർ നോക്കി മനസ്സിലാക്കാം. നെക്സ്റ്റ് ഡിസീസ് ക്ലിൻഫെൽട്ടർ സിൻഡ്രോം. പ്രസൻസ് ഓഫ് എൻ അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം ഇൻ മെയിൽ. മെയിലിൻ്റെ കേസിൽ ഒരു എക്സ് ക്രോമസോം എക്സ്ട്രാ വന്നാലാണ് ക്ലിൻഫെൽട്ടർ സിൻഡ്രോം വരാം. സോ മെയിലിൻ്റെ കേസിൽ XY ക്രോമസോംസ് ആണ്, പക്ഷേ ഇവിടെ XXY വരും. ഓക്കെ, സോ 44 ഓട്ടോസോംസ് ആണ്, 44 പ്ലസ് XXY വരും. ദാറ്റ് മീൻസ് 47 ക്രോമസോംസ്. സിംറ്റംസ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ്. ഓവറോൾ മാസ്കുലൈൻ ഡെവലപ്മെൻ്റ് ആയിരിക്കും, മെയിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കൂടി ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഗൈനക്കോമാസ്റ്റിയ. ഗൈനക്കോമാസ്റ്റിയ മീൻസ് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. സ്റ്റിറൈലായിരിക്കും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല, മെൻ്റലി റിട്ടാർഡഡ് ആൾക്കാരായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ടേണേഴ്സ് സിൻഡ്രോം. ആബ്സെൻസ് ഓഫ് 1 X ക്രോമോസോം ഇൻ ഫീമെയിൽ. ഫീമെയിലിൻ്റെ കേസിൽ ഒരു എക്സ് ക്രോമോസോം ആബ്സെൻ്റ് ആണെങ്കിൽ ഇല്ലെങ്കിൽ ടേണേഴ്സ് സിൻഡ്രോം വരാം. സോ നോർമൽ കേസിൽ ഫീമെയിൽ XX ആണ്, പക്ഷേ ടേണേഴ്സ് സിൻഡ്രോം വന്നാൽ എങ്ങനെയായിരിക്കും? 44 ഓട്ടോസോംസ് ആയിരിക്കും, 44 പ്ലസ് X0. ഓക്കെ, ഒരു ക്രോമോസോം ആബ്സെൻ്റ് ആണ്, എക്സ് ക്രോമോസോം ആബ്സെൻ്റ് ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോം എത്രയായിരിക്കും? 45 ആയിരിക്കും അല്ലേ? സിംറ്റംസ് സ്റ്റിറൈലാണ്, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഓവറീസ് ആർ റുഡിമെൻ്ററി, ഓവറീസ് അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. ലാക്ക് ഓഫ് അതർ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, മറ്റുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സൊക്കെ ആബ്സെൻ്റ് ആയിരിക്കും. ഡ്വാർഫ് ആയിരിക്കും, മെൻ്റലി റിട്ടാർഡഡ് ആൾക്കാരായിരിക്കും. ഓക്കെ, ഈ ഒരു ഫിഗർ കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഫസ്റ്റ് വൺ ക്ലിൻഫെൽട്ടർ സിൻഡ്രോം ആണ്, സെക്കൻഡ് വൺ ടേണേഴ്സ് സിൻഡ്രോം.